സൂപ്പർ പ്രൈം ടൈം ചർച്ച തുടരുന്നു. അഡ്വക്കേറ്റ് DB ബിനു, സേവനാവകാശ നിയമം ഇവിടെയുണ്ട്. അതുപോലെ തന്നെ ഈ മുഖ്യമന്ത്രി അധികാരമേറ്റ ആദ്യം തന്നെ സിവിൽ സർവീസിനോട് പറഞ്ഞത് ഓരോ ഫയലും ഓരോ ജീവിതമാണ് എന്ന്. അതുപോലെ തന്നെയാണ് ഈ സർവീസ് സംഘടനകളുടെ വാർഷിക യോഗങ്ങളിൽ പ്രധാനപ്പെട്ട ഭരണാധികാരികളും രാഷ്ട്രീയ നേതാക്കന്മാരുമൊക്കെ ഈ റെസ്പോൺസിബിൾ സിവിൽ സർവീസ്, റെസ്പോൺസിബിൾ അഡ്മിനിസ്ട്രേഷൻ, ഇതിൻ്റെയൊക്കെ സന്ദേശം ജീവനക്കാർക്ക് നൽകാറുണ്ട്. പക്ഷേ സാംകുട്ടിയെ സൃഷ്ടിക്കുന്നതിൽ, അത് ജോയിയിലേക്ക് വളർത്തുന്നതിലാണ് ഇതിൻ്റെ ഫലപ്രാപ്തിയെങ്കിൽ എവിടെയാണ് ഇതിൻ്റെ പ്രതിരോധം സാധ്യമാവുക? ഇവിടെ മിനിസ്റ്റർ ചന്ദ്രശേഖരൻ നായർ പറഞ്ഞ ഒരു കാര്യം പറയാനുണ്ട്. അദ്ദേഹം പറഞ്ഞ ഒരു സംഗതി എന്ന് വെച്ചാൽ, ഇപ്പോൾ നിയമപരമായി അദ്ദേഹം പറഞ്ഞത് ശരിയാണ്. ഒരു അന്വേഷണം നടത്താതെ ആ ഉദ്യോഗസ്ഥനെതിരെ നടപടിയെടുക്കാൻ കഴിയില്ല എന്നുള്ളത് നിയമപരമായി ശരിയാണ്. ഇവിടെ സാംകുട്ടിയുടെ സംഭവം നടന്നിട്ട് 2 വർഷം കഴിഞ്ഞു. അത് ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്താണ് സംഭവം നടന്നതെങ്കിൽ പുതിയ സർക്കാർ എടുക്കുകയും അതിനുശേഷമാണ് ഈ സാംകുട്ടിക്ക് ഈ കരമടച്ച് കൊണ്ടുള്ള രേഖ ബഹുമാനപ്പെട്ട മന്ത്രി നൽകിയത്. ഞങ്ങൾ അദ്ദേഹത്തിന് നിയമസഹായം കൊടുത്ത ആൻറ്റി കറപ്ഷൻ പീപ്പിൾസ് മൂവ്മെൻ്റെ നേതൃത്വത്തിൽ നൽകിയതുകൊണ്ട് ഈ രേഖകൾ പഠിച്ചതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. അപ്പോൾ അങ്ങനെ കൊടുത്തിട്ടും ഈ ഉദ്യോഗസ്ഥനെതിരെ എന്ത് നടപടി ഇപ്പോൾ സ്വീകരിച്ചു? ഈ പറയുന്ന ഉദ്യോഗസ്ഥന്മാർക്കെതിരെ എന്ത് നടപടി സ്വീകരിച്ചു? അന്നും ഇതുപോലെ സസ്പെൻഡ് ചെയ്തു. ഈ സസ്പെൻഡ് ചെയ്യപ്പെട്ടു, പിന്നീട് അദ്ദേഹത്തെ തിരിച്ചെടുക്കുകയും ഏതെങ്കിലും പ്രധാനപ്പെട്ട തസ്തികകളിലേക്ക് മാറ്റുകയും ചെയ്യുന്നു. ഇതൊരു തുടർക്കഥയായി മാറുകയാണ്. ഇപ്പോൾ അദ്ദേഹം പറഞ്ഞത് ശരിയാണ്. ഈ കേസിൽ അന്വേഷണമില്ലാതെ നടപടിയെടുക്കാൻ കഴിയില്ല. സമാന സ്വഭാവമുള്ള ഈ സാംകുട്ടിയുടെ സംഭവമായിട്ട് ഒരുപാട് സമാനതകളുണ്ട് ഇതിന്. കാരണം സാംകുട്ടിക്ക് ഇതുവരെ 1991 വരെ കരമടച്ചുകൊണ്ടിരുന്ന പ്രോപ്പർട്ടി അദ്ദേഹത്തിന് പിന്നീട് അത് സർക്കാർ ഭൂമിയാണെന്ന് പറയുകയും 5 വർഷത്തോളം അദ്ദേഹം വിവിധ ഓഫീസുകളിൽ കയറി ഇറങ്ങി നടന്നു. അദ്ദേഹവും കളക്ടർക്ക് എഴുതി കൊടുത്ത കത്തിൽ ഞാൻ ആത്മഹത്യ ചെയ്യുമെന്ന് അദ്ദേഹം എഴുതുന്നുണ്ട്. അദ്ദേഹം അന്നത്തെ മുഖ്യമന്ത്രിയുടെ ജനസമ്പർക്ക പരിപാടിയിൽ അദ്ദേഹം പോയി. സ്ക്രീനിംഗ് കമ്മിറ്റി വിശദമായി പരിശോധിച്ചു. എന്നിട്ട് സ്ക്രീനിംഗ് കമ്മിറ്റി പറഞ്ഞത് അദ്ദേഹത്തെ 0 ലാൻഡിൽ ഉൾപ്പെടുത്താൻ തീരുമാനിച്ചു എന്നാണ്. ആ കൊടുത്ത പരാതി പോലും വായിച്ചു നോക്കിയില്ല ഉദ്യോഗസ്ഥന്മാർ. അതും വായി നടന്ന് വീണ്ടും തിരിച്ച് വില്ലേജ് ഓഫീസിൽ ചെല്ലുന്നു. അപ്പോഴും അയാൾ പറയുന്നു അടുത്ത ആഴ്ച വരൂ. അങ്ങനെ 100 കണക്കിന് പ്രാവശ്യം വില്ലേജ് ഓഫീസുകളിൽ കയറി ഇറങ്ങി നടന്ന സാംകുട്ടി അവസാനം ചെയ്താണത്. 10 വർഷം കഠിന തടവ് കിട്ടാവുന്ന കുറ്റമാണ് ഇപ്പോൾ സാംകുട്ടി ചെയ്തിരിക്കുന്നത്. അദ്ദേഹം ജയിലിൽ പോവും, ഒരു സംശയമില്ല. അതിനുശേഷമാണ് പുതിയ സർക്കാർ അധികാരമേൽക്കുകയും അദ്ദേഹത്തിന് കരമടച്ചു കൊടുക്കുകയും ചെയ്തത്. ഈ സംഭവത്തിൽ എന്ത് നടപടി ഉദ്യോഗസ്ഥന്മാർക്കെതിരെ സ്വീകരിച്ചു എന്ന് മന്ത്രി പറയണം. കാരണം ഇപ്പോൾ പറയുന്ന അന്വേഷണം നടത്തിക്കോട്ടെ. ഈ അന്വേഷണം നടത്തിക്കഴിഞ്ഞ് അടുത്ത ഒരു സാംകുട്ടി നമുക്ക് കിട്ടും. അപ്പോഴും ഈ അന്വേഷണ പ്രഹസനമായി തുടരും. ഇതൊരു തുടർക്കഥയായി മാറുകയാണ്. ഇനി സേവനാവകാശ നിയമത്തിൻ്റെ കാര്യത്തിൽ കഴിഞ്ഞ ഉമ്മൻചാണ്ടി സർക്കാർ അധികാരം ഏറ്റെടുക്കുന്നതിന് മുമ്പ് ഇടതുപക്ഷവും വലതുപക്ഷവും ഒരേപോലെ പ്രകടന പത്രികയിൽ പറഞ്ഞൊരു കാര്യമാണ്, ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ റൈറ്റ് ടു സർവീസ് ആക്ട് നടപ്പിലാക്കും. കേരള നിയമസഭയിൽ അന്ന് ഉമ്മൻചാണ്ടി സർക്കാർ അവതരിപ്പിച്ചു. പ്രതിപക്ഷം ആ ബില്ലിൽ ചർച്ചയിൽ പങ്കെടുക്കാതെ പ്രതിഷേധം ഉയർത്തി ഇറങ്ങിപ്പോവുകയാണ് ചെയ്തത്. ചർച്ചകളില്ലാതെയാണ് സുപ്രധാനമായ നിയമം പാസ്സായത്. ആ നിയമത്തിൻ്റെ ഡിഫക്റ്റ് അതുകൊണ്ട് നിലനിൽക്കുന്നു. ഈ പറയുന്ന 5 വർഷം പൂർത്തിയായി. ഞാൻ റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് അനുസരിച്ച് ചോദിച്ചതാണ്, ഇത് എത്ര ഉദ്യോഗസ്ഥന്മാർ സേവനാവകാശ നിയമപ്രകാരം കഴിഞ്ഞ 4 വർഷത്തിനിടയിൽ ശിക്ഷിക്കപ്പെട്ടു? എനിക്ക് മറുപടി കിട്ടി, ഒരു ഉദ്യോഗസ്ഥനെ പോലും ഞങ്ങൾക്ക് ശിക്ഷിക്കാൻ കഴിഞ്ഞില്ല. കാരണം ഉദ്യോഗസ്ഥന്മാരെല്ലാം കൃത്യമായി സേവനങ്ങൾ കൊടുക്കുന്നു എന്ന് സർവീസ് സംഘടനാ നേതാക്കൾ പറയും. അപ്പോൾ സാംകുട്ടിയോ ജോയിയോ ഇനിയും വരാൻ പോകുന്ന ആളുകളോ? അപ്പോൾ ഈ സർവീസ് സംഘടനാ നേതാക്കൾ ഇത്തരത്തിലുള്ള അഴിമതിക്കാരായ ഉദ്യോഗസ്ഥന്മാരെ എന്തുകൊണ്ട് വെച്ചു പൊറുപ്പിക്കുന്നു എന്നുള്ളതാണ് ചോദ്യം. ഈ ജോയിന്റ് കൗൺസിൽ പോലെയുള്ള സംഘടനകൾ റവന്യൂ ഡിപ്പാർട്ട്മെന്റിൽ നിർണായകമായ സ്വാധീനമുള്ള സംഘടനയാണ്. അത്തരത്തിലുള്ള ആളുകളെ എന്തുകൊണ്ട് സംഘടനയിൽ വെച്ചു പൊറുപ്പിക്കുന്നു? അവരെ പുറത്താക്കാനുള്ള രാഷ്ട്രീയമായ ഇച്ഛാശക്തി കാണിക്കണം. ഇവിടെ സേവനാവകാശ നിയമം അനുസരിച്ച് ഇവിടെ വിജിലൻസുകാർ റെയ്ഡ് നടത്തി, ഓപ്പറേഷൻ റൈറ്റ് എന്ന പേരിൽ. അങ്ങനെ നടത്തിയപ്പോൾ 100 കണക്കിന് അപേക്ഷകളാണ് ഉദ്യോഗസ്ഥന്മാരുടെ മേശകളിൽ നിന്ന് പിടിച്ചെടുത്തത്. അത് പലതും മാസങ്ങൾ മാത്രമല്ല വർഷങ്ങൾ പഴക്കമുള്ളതാണ്. കൊല്ലം മുനിസിപ്പൽ കോർപ്പറേഷനിലെ പിടിച്ചെടുത്ത രേഖകൾ ചോദിച്ചപ്പോൾ വിജിലൻസ് ഉദ്യോഗസ്ഥന്മാർ ചോദിച്ചു, ഈ സേവനാവകാശ നിയമം എന്ത് നടപ്പിലാക്കാത്തതെന്ന് ചോദിച്ചപ്പോൾ വിജിലൻസ് ഉദ്യോഗസ്ഥന്മാർ ചോദിച്ചു, അങ്ങനെ ഒരു നിയമം നിലവിലുണ്ടോ എന്നാണ് ചോദിച്ചത്. 5 വർഷം പൂർത്തിയായിട്ടും ഈ ജനപക്ഷ നിയമത്തെക്കുറിച്ച് ബോധ്യപ്പെടുത്താൻ കഴിയാത്ത ഈ സംഘടനാ നേതാക്കൾ എന്തിനാണ് ഈ പണിക്ക് നിൽക്കുന്നത്? രാജിവെച്ച് പോകണം. ഇത് ജനങ്ങൾക്ക് വേണ്ടിയുള്ള നിയമങ്ങൾ നടപ്പിലാക്കാൻ നിങ്ങൾക്ക് കഴിയാത്തത് എന്ത്?
കേരളത്തിലെ എല്ലാ വില്ലേജ് ഓഫീസുകളും ഇപ്പോൾ വെള്ളറട വില്ലേജ് ഓഫീസാണ്. എന്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ഒരു ആത്മഹത്യാ മുനമ്പിലേക്ക് സാധാരണ ജനങ്ങളെ കൊണ്ടുപോകുന്നത്? നിങ്ങൾ ഇപ്പോൾ രേഖ കൊടുത്തു. ഓരോരുത്തരും ആത്മഹത്യ ചെയ്താൽ മാത്രമേ സർക്കാർ ഓഫീസുകളിൽ നിന്ന് കരമടച്ച് രസീത് കൊടുക്കൂ എന്നുള്ള അവസ്ഥ വന്നു കഴിഞ്ഞാൽ കേരളത്തിൻ്റെ അവസ്ഥ എന്താകും? ഇത് നടപ്പിലാക്കാനുള്ള രാഷ്ട്രീയമായ ഇച്ഛാശക്തി എന്തുകൊണ്ട് കാണിക്കുന്നത്? ഉദ്യോഗസ്ഥ തലത്തിലുള്ള അഴിമതിയായിട്ട് മാത്രം കാണുന്നില്ല. ഈ ഉദ്യോഗത്തിലിരിക്കുന്ന ആളുകൾക്ക് ഈ ഓരോ പോസ്റ്റ് തീരുമാനിച്ചു കൊടുക്കുന്നത് ആരാണ്? പാർട്ടി ഓഫീസിൽ നിന്ന് തയ്യാറാക്കപ്പെടുന്ന ലിസ്റ്റ് അനുസരിച്ചല്ലേ നിയമനം നടക്കുന്നത്. കളക്ട്രേറ്റുകളുടെ എസ്റ്റാബ്ലിഷ്മെന്റ് സെക്ഷനിലെ ഉദ്യോഗസ്ഥന്മാർ ആരാ തീരുമാനിക്കുന്നത്? അതിൻ്റെ പേരിൽ എറണാകുളം ജില്ലയിൽ നടക്കുന്ന പേക്കൂത്തുകളൊക്കെ നമ്മൾ കണ്ടതല്ലേ. അപ്പോൾ ഇത്തരത്തിലുള്ള അഴിമതി കിട്ടാൻ, കൈക്കൂലി വാങ്ങാൻ കഴിയുന്ന സുപ്രധാനമായ നിർണായകമായ തസ്തികളിൽ നിയമനം ലഭിക്കുന്നത് അതുതന്നെ അഴിമതിയല്ലേ? രാഷ്ട്രീയക്കാരുടെ പിൻബലത്തോടെയാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്തത്. അഴിമതിക്കാരായ ഇത്രയത്ര ഉദ്യോഗസ്ഥന്മാരെ സുപ്രധാനമായ തസ്തികളിൽ നിയമിച്ചുകൊണ്ട് അവർക്ക് അഴിമതിക്കുള്ള സംവിധാനം ഒരുക്കുന്നത് രാഷ്ട്രീയ നേതാക്കളാണ്. ഈ കാര്യം വിസ്മരിച്ചുകൊണ്ട് ഇതൊരു ഉദ്യോഗസ്ഥ തലത്തിലുള്ള അഴിമതിയാണ്, ഞങ്ങൾ അന്വേഷിക്കട്ടെ, അന്വേഷിച്ചു കഴിയുന്നതുകൊണ്ട് നിങ്ങൾ നടപടി സ്വീകരിക്കാം എന്ന് പറയുന്ന ആ ഒരു നിലപാട് ഇതിനു മുമ്പുണ്ടായ സംഭവങ്ങളിൽ എന്ത് ചെയ്തു എന്ന് കൂടി ബഹുമാനപ്പെട്ട മന്ത്രി പറയണം. വെള്ളറട വില്ലേജ് ഓഫീസിലെ ഉദ്യോഗസ്ഥന്മാർക്കെതിരെ എന്ത് നടപടി സ്വീകരിച്ചു? സാംകുട്ടിയുടെ അവസ്ഥ ഞങ്ങൾ കണ്ടതാണ്. ആ സാംകുട്ടിയുടെ രേഖകൾ ഞങ്ങൾ പരിശോധിച്ചതാണ്. ഇതിൽ നിന്ന് ഞങ്ങൾക്ക് 2 ലക്ഷത്തോളം രൂപ സാംകുട്ടി തന്നെ കൈക്കൂലി കൊടുത്തിരുന്നു. വെള്ളറട വില്ലേജ് ഓഫീസിലെയും തഹസിൽദാർ ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥന്മാർ കൈക്കൂലി വാങ്ങിയിരുന്നു. എന്നിട്ടും അദ്ദേഹത്തിന് ഇത് കൊടുക്കാൻ കഴിയാത്ത സാഹചര്യത്തിലാണ് അദ്ദേഹം മറ്റൊരു മാർഗമില്ലാതെ ചെയ്തത്. ഈ സംഭവത്തിന് ശേഷം വിവരാവകാശ നിയമപ്രകാരം ഞാൻ വെള്ളറട വില്ലേജ് ഓഫീസർ ഒരു ചോദ്യം ചോദിച്ചു. എത്ര മ്യൂട്ടേഷന് വേണ്ടി, പോക്കുവരവിന് വേണ്ടിയുള്ള അപേക്ഷകൾ അവിടെ പെൻഡിങ് ആണെന്ന് ചോദിച്ചപ്പോൾ അത് സാംകുട്ടി പെട്രോൾ ഒഴിച്ചപ്പോൾ കത്തിപ്പോയത്, രേഖകൾ കത്തിപ്പോയെന്ന് മറുപടി കിട്ടി. വിവരാവകാശ നിയമപ്രകാരം കമ്മീഷൻ സമീപിച്ചപ്പോഴാണ് ആ രേഖകൾ എനിക്ക് കിട്ടിയത്. അപ്പോൾ ഉദ്യോഗസ്ഥന്മാർ തെറ്റ് ചെയ്യുക മാത്രമല്ല, അതുമായി ബന്ധപ്പെട്ട രേഖകൾ മറച്ചു വെക്കുകയാണ്. വെള്ളറട സംഭവത്തിന് ശേഷം അവിടെയുള്ള വില്ലേജ് ഓഫീസുകളിൽ വിജിലൻസ് റെയ്ഡ് നടത്തിയപ്പോൾ ആ രേഖകളെല്ലാം അവർ മാറ്റിക്കളഞ്ഞു. അപ്പോൾ അന്വേഷണം പ്രഹസനമായി മാറി. തുടർ നടപടികൾ ഉണ്ടാവുന്നില്ല. തുടർ നടപടികൾ അടുത്ത മരണത്തിന് വേണ്ടി, അടുത്ത ദുരന്തത്തിന് വേണ്ടി നമ്മൾ കാത്തിരിക്കുന്നു. ഇപ്പോൾ ജോയിയാണ്, നാളെ മറ്റൊരാളായിരിക്കാം. അപ്പോഴും മന്ത്രി പറയും അന്വേഷണം നടക്കും. ശരി, ഇതാണോ മറുപടി എന്നുള്ള അവർ ആലോചിക്കണം. ശരി, ശ്രീ വിജയകുമാരൻ നായർ, എനിക്ക് ഒരു ഇടവേളയിൽ കൂടെ പോകണം, അതിനു മുമ്പ് മറുപടി. അല്ല, ബിനു പറഞ്ഞത്, ബിനു വളരെ പ്രശസ്തനായ വിവരാവകാശ പ്രവർത്തനമാണ്. കഴിഞ്ഞ വർഷം ഈ ഗവൺമെൻറ് വരുന്നതിന് തൊട്ട് മുമ്പ് ഞങ്ങൾ നടത്തിയ ഒരു ജനപക്ഷ സിവിൽ സർവീസുമായി ബന്ധപ്പെട്ട ശില്പശാലയിൽ ഞങ്ങൾ അദ്ദേഹത്തെ പങ്കെടുപ്പിച്ചു വെച്ചാൽ അദ്ദേഹം ഈ സാധാരണ ജനങ്ങൾക്ക് വേണ്ടി ഇത്രയും ആത്മാർത്ഥമായി നിൽക്കുന്ന ഒരു വിവരാവകാശ പ്രവർത്തകൻ എന്നുള്ള നിലയ്ക്കാണ്. പക്ഷേ അദ്ദേഹത്തിന് ഈ പ്രശ്നം പരിഹരിക്കണമെന്നില്ല. അതാണ് അദ്ദേഹത്തിൻ്റെ വർത്തമാനത്തിൽ നിന്ന് എനിക്ക് മനസ്സിലായത്. ഈ പ്രശ്നങ്ങളൊന്നും പരിഹരിക്കരുത്. പരിഹരിച്ചു കഴിഞ്ഞാൽ വിവരാവകാശ പ്രവർത്തകർക്കും സേവനാവകാശ പ്രവർത്തകർക്കും ഒന്നും ഇവിടെ യാതൊരു ജോലിയില്ലാതെ വരും. അപ്പോൾ ഇതിങ്ങനെ വഷളാക്കി ഞാൻ ആദ്യമേ പറഞ്ഞത്, ഞാനൊന്ന് പറഞ്ഞോട്ടെ, ഞാൻ പറഞ്ഞിട്ട് പറയാം പ്ലീസ്. ഇത് വഷളാക്കി കൊണ്ടുപോകാനല്ല ഞാനിവിടെ വന്നിരിക്കുന്നത്. ഇപ്പോൾ സർവീസ് സംഘടനാ നേതാക്കന്മാർ രാജിവെച്ച് പോകണമെന്നൊക്കെ അദ്ദേഹം പറഞ്ഞു. അതിനൊന്നും ഒരു വിഷമമില്ല. ഇത് നമ്മൾ ഈ കുപ്പായം എടുത്തിട്ട് ജീവിതാവസാനം വരെ സർവീസ് സംഘടനാ നേതാക്കളായി ഇരിക്കാമെന്ന് വെച്ചിട്ടൊന്നുമല്ല. ഇത് പരിഹരിക്കണം ഈ പ്രശ്നം. ഞാൻ ആദ്യമേ പറഞ്ഞത് ബിനു കേട്ടിട്ടുണ്ടാവില്ല. 154 പേർക്കെതിരെ ഈ ഗവൺമെൻറ് വന്ന ഈ ചെറിയ കാലയളവിനുള്ളിൽ കേസുകൾ ഉണ്ടായിട്ട്, സസ്പെൻഷൻ ഉണ്ടായിട്ട്, ശിക്ഷണ നടപടികൾ ഉണ്ടായിട്ട് ഞങ്ങൾ അതിനകത്ത് ഇടപെട്ടിട്ടില്ല. നിങ്ങൾ പറയും വെറുതെ പറയുന്നതാണ്, അങ്ങനെ വേണമെങ്കിൽ പറഞ്ഞു. അതൊക്കെ അങ്ങനെയല്ല. ഇതിനെ സത്യസന്ധമായി ആത്മാർത്ഥമായി ഇതിനെ കാണുന്നതുകൊണ്ടാണ് ഈ പറയുന്നത്. പിന്നെ ഇവിടെ പറഞ്ഞല്ലോ ഈ സേവനാവകാശ നിയമത്തെക്കുറിച്ച് അദ്ദേഹം ഞങ്ങൾ പറയുന്നത് എന്താ, സേവനാവകാശ നിയമം നടപ്പിലാക്കണം, കുറ്റമറ്റ രീതിയിൽ ഇവിടെ നടപ്പിലാക്കണം. സർക്കാർ ജീവനക്കാരൻ ഒരു ദിവസം ഫയൽ വെച്ച് താമസിപ്പിച്ച് അവൻ്റെ കയ്യിൽ നിന്ന് പൈസ വാങ്ങണം. 10 ദിവസം പൈസ വാങ്ങുമ്പോഴത്തേക്ക് അവൻ പൈസ പോയാൽ ഒരു സർക്കാർ ജീവനക്കാരനും ഇതിന് കൂട്ടിക്കത്തില്ല. അത് ചെയ്യേണ്ട സർക്കാരാണ് ചെയ്യേണ്ടത്. അതിനകത്ത് ഞാൻ പറഞ്ഞോട്ടെ, സർക്കാരാണ് ചെയ്യേണ്ടത്. സർവീസ് സംഘടനകൾ ഒരിക്കലും അതിന് തടസ്സം നിൽക്കത്തുമില്ല. അതിനകത്ത് അത് മനസ്സിലാക്കിക്കോ ബിനു മനസ്സിലാക്കിയോ. പിന്നെ ഇവിടെ ഇങ്ങനെ കെട്ടി കിടക്കുന്നു എന്ന് പറഞ്ഞല്ലോ. സാംകുട്ടി പെട്രോൾ ഒഴിച്ചപ്പോൾ പോയി, മറ്റുള്ളവപ്പോൾ പോയി, അങ്ങനെയൊന്നും പറയിക്കേണ്ട. നമുക്ക് നാളെ ഇറങ്ങാം, നമ്മൾ കൂടെ നിൽക്കാം. ബിനു ഉൾപ്പെടെയുള്ള വിവരാവകാശ പ്രവർത്തകർ ഉൾപ്പെടെയുള്ള ആളുകൾ വരട്ടെ, നമുക്ക് അദാലത്തുകൾ വയ്ക്കാം. സത്യസന്ധമായിട്ട് പറയുന്നു, അദാലത്തുകൾ വയ്ക്കാം. മുഴുവൻ ഫയലുകളും തീർപ്പാക്കട്ടെ. ഉന്നത ഉദ്യോഗസ്ഥർ മുതൽ താഴെ തട്ടിലുള്ള ഉദ്യോഗസ്ഥർ വരെ നിൽക്കട്ടെ. റവന്യൂ വകുപ്പിലെ മുഴുവൻ ആളുകളും നിൽക്കാൻ തയ്യാറാണ്. ജോയിന്റ് കൗൺസിൽ അതിന്റെ മുന്നിൽ നിൽക്കും, യാതൊരു സംശയം വേണ്ട. വ്യാപക ജോലി ചെയ്യാൻ തയ്യാറാണ്. എനിക്ക് പറയാനുണ്ട്, ഞാൻ നിർത്തിയില്ല. ഞാൻ പറഞ്ഞു ബിനുവിനെ പോലെയുള്ള ആളുകൾക്ക് ഈ പ്രശ്നം പരിഹരിക്കപ്പെടരുന്ന. അദ്ദേഹമൊക്കെ വിവരാവകാശം ചുമ്മാതെയല്ല, പോക്കറ്റിൽ കിടക്കുന്ന പണം കൊടുത്തിട്ടാണ് ഇദ്ദേഹം ഇതെടുക്കുന്നത്. അവരൊക്കെ വളരെ കൃത്യമായിട്ട് അദ്ദേഹം ചോദിച്ച ഒരു ചോദ്യത്തിന് ഇവർക്ക് മറുപടിയില്ലല്ലോ. ഇതിനു മുമ്പ് ചെയ്ത ഇങ്ങനെ നടപടി സ്വീകരിച്ച, അല്ലെങ്കിൽ അന്വേഷണം നടത്തി എത്ര ഉദ്യോഗസ്ഥന്മാരുടെ പേര് എന്ത് നടപടി സ്വീകരിച്ചു? ഞാൻ പറയാം. അതിന് മറുപടി ഉണ്ട്. അതൊന്നും ഞാൻ പറഞ്ഞത് ഇതാരും അന്വേഷിക്കുന്നില്ല.
അവരെന്ത് ചെയ്തു? അവരെ തൂക്കിക്കൊല്ലാൻ പറ്റത്തില്ലല്ലോ. നമ്മുടെ നിലവിലുള്ള നിയമവ്യവസ്ഥയ്ക്കകത്തുന്നുണ്ട് സർക്കാരിന് ഏത് കാര്യം ചെയ്യാൻ പറ്റത്തുള്ളൂ. നമ്മളതിനെ വെള്ളറടയിലെ കാര്യം ഞാൻ പറയാം. അവരെല്ലാം എന്താ ചെയ്തത്? സാധാരണ നിലയ്ക്ക് ചെയ്യാവുന്ന തരത്തിൽ ജനസമ്പർക്കമില്ലാത്ത ഓഫീസുകളിലേക്ക് മാറ്റി. അല്ല, ഞാൻ പറഞ്ഞാൽ കൊല്ലാൻ പറ്റുമോ, പിരിച്ചുവിടാൻ പറ്റുമോ? അങ്ങനെയുള്ള സർവീസിൽ ഇരിക്കാൻ പാടില്ല. അത് തന്നെയാണ് സംഘടനയുടെ അഭിപ്രായം. അവർ സർവീസിൽ നിന്ന് പിരിച്ചുവിടണമെന്ന് അതൊരു കാര്യം ഞാൻ പറയാം. പുറത്താക്കിയവരുടെ ലിസ്റ്റ് ഒന്നും എന്റെ കയ്യിലില്ല. പക്ഷെ പുറത്താക്കിയവരെല്ലാം മറ്റു പല സംഘടനകളിലും ജനദ്രോഹപരമായ നടപടികൾ എടുക്കുന്ന ഉദ്യോഗസ്ഥരെ ജനസമ്പർക്കമില്ലാത്തൊരു സ്ഥലത്തേക്ക് ഒരു സാനിറ്റോറിയം മാതിരി പാർപ്പിക്കാനുള്ള സാമൂഹ്യ ഉത്തരവാദിത്തമല്ല നിർവഹിക്കേണ്ടത്. അതിനൊരു സർക്കാർ വേണ്ട. ശരി, ഞാൻ ഒരു ഇടവേളയിൽ കൂടി പോവുകയാണ്. ഇടവേളയ്ക്ക് ശേഷം വേഗം തിരികെ എത്താം. സൂപ്പർ പ്രൈം ടൈം അവസാന ഘട്ടത്തിലേക്ക് കഷ്ടി ഒരു 2 മിനിറ്റോളം എന്നോട് സഹകരിക്കണം. അതുകൊണ്ട് എല്ലാവരും സിദ്ദിഖ് വളരെ ചുരുക്കം വാക്കുകളിൽ ഇപ്പോൾ ആ കുടുംബവുമായി ബന്ധപ്പെട്ട് ചില ഉറപ്പുകൾ കളക്ടർ നൽകിയിട്ടുണ്ട്. അതൊക്കെ നടപ്പാകുമെന്ന് കരുതുന്നുണ്ടോ? ഒന്ന് കളക്ടർ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ പിന്നെ സർക്കാരിലേക്ക് പ്രധാനപ്പെട്ട 2-3 കാര്യങ്ങൾ എഴുതി അറിയിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതാണ് ഇനി ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഒന്ന് സസ്പെൻഷൻ കാര്യങ്ങൾ അദ്ദേഹം നിർവഹിച്ചു. പിന്നെ 2 നികുതിയുടെ കാര്യം അദ്ദേഹം ഇമ്മീഡിയറ്റ് ആയിട്ട് ആക്ഷൻ എടുക്കാൻ ഇന്ന് തന്നെ എന്ന് പറഞ്ഞു. അതിനപ്പുറം പറഞ്ഞിരിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം, ഇപ്പോൾ 3 പെൺകുട്ടികൾ, ആ 3 പെൺകുട്ടികളും അനാഥമാണ്. MCAക്ക് അഡ്മിഷൻ ബാംഗ്ലൂർ വാങ്ങിയിരിക്കുന്ന കുട്ടിയാണ് 3ാമത്തെ കുട്ടി. 20 ലക്ഷത്തോളം രൂപ കടമുണ്ട് ജോയ്ക്ക്. 1 കടം ഏറ്റെടുക്കണം, 2 ആ കുടുംബത്തിന് ആശ്വാസ ധനം നൽകണം, ഉൾപ്പെടെയുള്ളതായിരിക്കുന്ന ഒരു കുട്ടിക്ക് ജോലി നൽകാൻ ആവശ്യമായിട്ടുള്ള നടപടി സ്വീകരിക്കണം തുടങ്ങിയ അതെ പ്രധാനപ്പെട്ടതായിരിക്കുന്ന 3 ഡിമാൻഡ് അവിടെയുള്ളതായിരിക്കുന്ന ജനം മുഴുവൻ വെച്ചിട്ടുണ്ട്. അത് സർക്കാരിലേക്ക് എഴുതാം എന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത്. പരിശോധിക്കാം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഗൗരവമായി അതിൽ സർക്കാർ നടപടി സ്വീകരിക്കണം. ഇതിലൊരു കാര്യം കൂടെ പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നു. സർക്കാർ ഒപ്പമുണ്ട് എന്ന് പറഞ്ഞാൽ ആത്മഹത്യാ മുനമ്പിലേക്ക് പോകാൻ ഒപ്പമുണ്ട് എന്നല്ല വരേണ്ടത്. കർഷകന് ജീവിക്കാൻ ആവശ്യമായ ഒപ്പമുണ്ട് എന്നുള്ള നിലപാടിലേക്ക് സർക്കാർ മാറേണ്ടതുണ്ട്. അതിനാവശ്യമായ സമയം വളരെ കുറവാണ്. ഇതിൽ കേരളത്തിൽ ഇത് ഒറ്റപ്പെട്ട സംഭവമല്ല. മേലിൽ ഇത്തരത്തെ സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ ഇതിന് പ്രധാനമായി മുൻകൈ എടുക്കേണ്ടത് സർവീസ് സംഘടനകളാണ്. ഗവൺമെൻറ്റിൻ്റെ പോളിസി നടപ്പാക്കേണ്ടത് സർക്കാർ ഉദ്യോഗസ്ഥന്മാരാണ്. അവരിതിൽ ആത്മാർത്ഥ കാണിക്കും. നമുക്കറിയാം, സെക്രട്ടറി തന്നെ ചില സ്ഥാപനങ്ങളിൽ തന്നെ പഞ്ചിങ് മെഷീൻ വെച്ച സമയത്ത് പഞ്ചിങ് മെഷീൻ്റെ അതിൻ്റെ ഉദ്ദേശം തന്നെ കൂടുതൽ കാര്യക്ഷമമായി ജോലി ചെയ്യണമെന്ന് ഉറപ്പുവരുത്തപ്പെടും. അതുവരെ ഇളക്കി പോക്കറ്റിട്ടുകൊണ്ട് പോയൊരു സംഘടനാ സംവിധാനമാണല്ലോ. അത് മാറണം. ജനസേവകരായി മാറുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമം അവരുടെ ഭാഗത്തുണ്ടായാൽ ഈ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിയും. ഇപ്പോൾ കൽപ്പറ്റയിൽ ഒരു കർഷകൻ 13 വർഷമായിട്ട് അദ്ദേഹത്തിൻ്റെ പിതാവിൻ്റെ കാലം മുതൽ കിട്ടിയ വസ്തുവാണ്. ഫോറസ്റ്റുകാർ കയ്യേറിയിട്ട് അദ്ദേഹത്തെ ഇറക്കി വിട്ടിട്ട് 2 വർഷമായിട്ട് അവിടെ സത്യാഗ്രഹം കിടക്കുക. 2 വർഷമായിട്ട് കളക്ടറുടെ റിപ്പോർട്ട്, ലാൻഡ് റവന്യൂ സെക്രട്ടറിയുടെ എല്ലാം റിപ്പോർട്ടുണ്ട്. പക്ഷേ ഫോറസ്റ്റുകാരുടെ അതിക്രമം കാരണം അദ്ദേഹം അവിടെ കിടക്കുക. അവിടെ എന്തുണ്ടാകുന്ന ഒരു ആകാംക്ഷയുണ്ട്. പിന്നെ ഇത് നമ്മുടെ ഇവിടെ മാത്രമല്ല, മധ്യപ്രദേശിലെ സോലാപൂർ ജില്ലയിലെ 45 വയസ്സുള്ള ദാനാജി ജാദവ് എന്ന് പറയുന്ന ആൾ കഴിഞ്ഞ് ജൂൺ 7-ാം തീയതി ആത്മഹത്യ ചെയ്തു. ആത്മഹത്യ കുറിപ്പ് എന്താണെന്നറിയോ? 60,000 രൂപ ബാങ്കിൽ നിന്ന് ലോൺ എടുത്തിട്ട് തിരിച്ചടയ്ക്കാൻ കഴിയുന്നില്ല. പക്ഷേ എൻ്റെ ശവം സംസ്കരിക്കുന്നത് മുഖ്യമന്ത്രി വന്ന് കണ്ടിട്ടേ ഉള്ളെന്നാണ് അദ്ദേഹം എഴുതി വെച്ചിട്ട് മരിച്ചതാണ്. ഇപ്പം നമ്മുടെ വില്ലേജുകളിലൊക്കെ ഇപ്പം സ്കൂൾ, നമ്മുടെ കോളേജ് അഡ്മിഷൻ നടക്കുക, സർട്ടിഫിക്കറ്റുകൾക്ക് വേണ്ടിയിട്ട് കയറി ഇറങ്ങി നടക്കുന്ന നിരവധി ആളുകൾ ഈ ചർച്ച കേൾക്കുമ്പം ഇത് അവർക്കൊരു പ്രചോദനമാകരുത്. അവർ വീണ്ടും വിചാരത്തോടു കൂടി അവിവേകം ചെയ്യരുതെന്നാണ് എനിക്ക് പറയുന്നത്. ശരി, കൂടുതൽ കുടുംബങ്ങളെ അനാഥമാക്കാതെ കർഷക കുടുംബത്തിനൊപ്പമാകട്ടെ സർക്കാർ. വളരെയധികം നന്ദി. ചർച്ചയിൽ പങ്കെടുത്ത എല്ലാവർക്കും. സൂപ്പർ പ്രൈം ടൈം അവസാനിക്കുന്നു.